രണ്ടിരട്ടിയോളം ആളുകൾ പുറത്തുണ്ട് എന്നാണ് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒട്ടനവധി സമര പോരാട്ടങ്ങളുടെ ഭാഗമായി തന്നെ നീണ്ട 14 വർഷത്തിന്റെ കാലത്തോളമുള്ള പോരാട്ടത്തിന്റെ ട്രേഡ് യൂണിയനുകളുടെ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ന് ഈ മേഖല ഒരു പ്രൊഫഷണൽ ബിസിനസ്സായി മാറ്റാൻ കൂട്ടായ സമരത്തിലൂടെ സാധിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും കുടുംബങ്ങളിലേക്ക് ഒരു വരുമാനം എത്തിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഈ ഇൻഡസ്ട്രിക്കുണ്ടായത്. ഇനിയും ഒട്ടനവധി പോരാട്ടങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇൻസൈഡ് ചെയ്ത് ബാഗും പിടിച്ചു പോയാൽ നീ ഡയറക്ട് സെയിലിംഗ് ചെയ്യുന്ന ആളാണോ കയറി ജീപ്പിൽ എന്ന് പറയുന്ന കാലത്ത് നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോ ഒരു മോശം ബിസിനസ്സാണ് എന്ന് പറയുന്ന കാലം, മതസംഘടനകൾ, യുവജന സംഘടനകൾ, നാനാവിധത്തിലുള്ള ജനസമൂഹങ്ങൾ ഈ ഇൻഡസ്ട്രിയെ ഒരു മോശം ബിസിനസ്സായി കണ്ടിരുന്ന കാലഘട്ടം എല്ലാം മാറി ഇന്ന് ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും പോലീസും ഗവൺമെന്റും അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ ഹോളിൽ ഇരിക്കുന്ന ഒട്ടനവധി ആളുകളും ട്രേഡ് യൂണിയനുകളും എല്ലാവരുടെയും കൂട്ടായ സമരത്തിന്റെ ഭാഗമായി ഇന്നൊരു പ്രൊഫഷണൽ ബിസിനസ്സായി മാറി എന്നത് സത്യമാണ്. എന്നാൽ ഇനി നമ്മൾ നടത്തേണ്ടതായ സമരങ്ങൾ, ആ സമരങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നമുക്കൊരു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു മാർഗരേഖയോ അല്ലെങ്കിൽ ഒരു നോഡൽ ഓഫീസറോ ഉണ്ടായതുകൊണ്ട് മാത്രം ഈ ഇൻഡസ്ട്രി വരും തലമുറയ്ക്ക് ഒരു സുരക്ഷിതത്വത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. ഇവിടെ കേന്ദ്രത്തിൽ പാർലമെന്റിന്റെ അകത്ത് ഒരു അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ മറ്റെല്ലാ തൊഴിൽ മേഖലയുള്ള തൊഴിലാളികൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ, സംരക്ഷണങ്ങൾ ഇന്ത്യയിലാകമാനം തൊഴിലാളികൾക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകളുടെ ആഗ്രഹവും സമരത്തിന് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യവും. അത്തരം സമരങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഭാവിയിലും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. Thank you very much, sir. Thank you for mentioning how much effort actually put out in there to